കോടിയേരിയുടെ വാദം എത്രമാത്രം തെറ്റാണ് എന്നാണ് ഇന്നത്തെ സംഭവം തെളിയിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഇത്തരമൊരു വലിയ സംഭവം ഉണ്ടായപ്പോൾ ജിഷ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട യുവതിക്കുണ്ടായ ഈ ദാരുണമായ സംഭവത്തെപ്പറ്റി അന്വേഷിക്കാൻ അന്ന് പോലീസ് പ്രത്യേക ജാഗ്രത കാട്ടിയിരുന്നു. എല്ലാ തെളിവുകളും ശേഖരിച്ചിരുന്നു. DNA അടക്കം കണ്ടെത്തിയത് കഴിഞ്ഞ അന്വേഷണ സംഘമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുതിയ അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. അപ്പോൾ അന്ന് പോലീസിനെതിരെ ഉയർന്ന എല്ലാ ആരോപണങ്ങളും തെറ്റാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പിന്നെയും കൂടുതൽ പുതിയ അന്വേഷണ സംഘം മുന്നോട്ട് പോയത്. അതുകൊണ്ടാണ് കൊലപാതകയെ കണ്ടെത്താൻ സാധിച്ചത്. ഞാൻ കൊലപാതകയെ കണ്ടെത്തിയ കാര്യത്തിൽ പോലീസിനെ അഭിനന്ദിക്കുകയാണ്. നില ഞാൻ സൂചിപ്പിച്ചു, ചില കേസുകളിൽ 24 മണിക്കൂറിനുള്ളിൽ പ്രതിയെ പിടിക്കാൻ കഴിയും, ചിലത് ദിവസങ്ങളെടുക്കും. ആ വ്യത്യാസം മാത്രമാണ് ഇതിലുണ്ടായത്. അതുകൊണ്ട് ജിഷ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകളൊക്കെ അടിസ്ഥാനരഹിതമാണ് എന്നുള്ളത് ഇതോടുകൂടി തെളിയുകയാണ്. അന്ന് രാഷ്ട്രീയ പ്രേരിതമായി മുതലെടുപ്പ് നടത്താൻ കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചു, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. രേഖാചിത്രം വരച്ചപ്പോൾ പറഞ്ഞ ആർട്ടിസ്റ്റ് നമ്പൂതിരിയാണ് രേഖാചിത്രം വരയ്ക്കുന്നത്. 15 രേഖാചിത്രങ്ങൾ വരച്ചു. ഒരു പോലീസ് അന്വേഷണത്തിൽ അതെല്ലാം വേണ്ടിവരും. അപ്പം അതുകൊണ്ട് പോലീസിന്റെ അന്വേഷണം നല്ല നിലയിൽ തന്നെയാണ് ആദ്യം മുതൽ മുന്നോട്ട് പോയത്. അന്ന് നിറം പിടിപ്പിച്ച കഥകളും നുണകളും ഇങ്ങനെ പ്രചരിപ്പിച്ചു എന്നുള്ളതല്ലാതെ അത് തെരഞ്ഞെടുപ്പായതുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് സത്യം. ഇന്ന് പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞത് നേരത്തെ ഉണ്ടായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതിന് ഞാൻ പോലീസിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അന്ന് പോലീസിന്റെ പുറത്ത് ഇത്രയും സമ്മർദ്ദം ഇപ്പോഴില്ല. അന്ന് തെരഞ്ഞെടുപ്പായതുകൊണ്ട് പോലീസിന്റെ പുറത്ത് ധാരാളം സമ്മർദ്ദങ്ങളുണ്ടായിരുന്നു. രഹസ്യമായി കേസ് അന്വേഷിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായിരുന്നു. എങ്കിലും മുഴുവൻ തെളിവുകൾ ശേഖരിച്ച് DNA വരെ എടുത്തത് കഴിഞ്ഞ അന്വേഷണ സംഘമാണ്. അപ്പം അതുകൊണ്ട് കഴിഞ്ഞ അന്വേഷണ സംഘം ചെയ്തതെല്ലാം തെറ്റാണ് എന്നുള്ള വാദം ശരിയല്ല. അന്ന് എന്നോട് പലരും പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യണം. പക്ഷെ ഞാനത് പരിശോധിച്ചപ്പോൾ അവരുടെ ഭാഗത്ത് ഒരു തെറ്റുമുണ്ടായിരുന്നില്ല. തെറ്റ് ചെയ്യാത്ത ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്ത് ഗവൺമെന്റിനും ആഭ്യന്തരമന്ത്രിക്കും തടി ഊരാൻ ഞാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ തെറ്റെങ്കിൽ ആ തെറ്റ് ഞാൻ അംഗീകരിക്കുന്നു.